ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പേരുകാരി വ്ളോഗിലേക്ക് സ്വാഗതം. കേട്ടാ, ഇതെന്താ കാണിക്കുന്നതെന്നല്ലേ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാഴയില മോഷ്ടിക്കുക ഞാൻ കേട്ടാ. ഇന്ന് നമുക്കൊരു നൊസ്റ്റാൾജിക് പലഹാരം ഉണ്ടാക്കാം. അത് ഓട്ടട. അതിന് വേണ്ടി ഞാൻ ഇലയൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കട്ടുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടാ. ഇനി നമുക്ക് ഗോതമ്പ് മാവാണ് ഇതിനെടുത്തേക്കുന്നത് കേട്ടാ. ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. ഞാൻ ഉപ്പിടാനായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ എൻ്റെ ക്യാമറാമാൻ സ്റ്റോപ്പ് പറഞ്ഞു. അത് കാരണം ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. ആവശ്യത്തിന് ഉപ്പും ഇട്ട്, പിന്നെ ഞങ്ങളുടെ വീട്ടിലേ 2-3 കറുത്ത പഴമിരുന്നു, അതും കൂടെ നമുക്കിതിനകത്ത് അങ്ങ് ചേർക്കാം എന്നുള്ള എന്തല്ല, അതാരും കഴിക്കത്തില്ലല്ലേ. പിന്നെ ഞാൻ ആ പഴവും കൂടെ അതിനകത്ത് അങ്ങ് ഞെപ്പിടി അങ്ങ് ചേർത്തു. ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ആ മാവങ്ങ് നമുക്ക് സെറ്റാക്കാം. നന്നായിട്ടങ്ങ് കുഴച്ച്, നന്നായിട്ട് കുഴയ്ക്കുന്നത് വെച്ചാലേ ചപ്പാത്തിയുടെ പരുവല്ല, അതിനൊക്കെ ഒരു ഇച്ചിരി കൂടെ ലൂസായിട്ടങ്ങ് അറഞ്ചം പുറഞ്ചം അങ്ങ് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കൊന്നും കട്ടിയില്ലാതിരിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ് തേങ്ങ തിരുമുന്നത്. എനിക്ക് ഇഷ്ടമേ അല്ലാത്ത ജോലിയാട്ടാ തേങ്ങ തിരുമുന്നത്. ദാണ്ട് കിടക്കുന്നത്, അപ്പോൾ അത് ഇളവി അങ്ങ് വീണ്. എന്തായാലും ഇനി അത് മാറ്റി വയ്ക്കാനേ പറ്റൂ, അത് തിരുമാൻ പറ്റത്തില്ല. ഇനി അടുത്ത തേങ്ങ എടുത്ത് നമുക്ക് തിരുമാം. ആവശ്യത്തിന് തേങ്ങയൊക്കെ ഞാനങ്ങ് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, വെള്ള ശർക്കര. ഇതെനിക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ ശർക്കരയാണ് കേട്ടാ. മോക്ക് ടീനേജ് പിള്ളേർക്ക് കിട്ടത്തില്ലേ, അങ്ങനെ കിട്ടിയ ശർക്കര കേട്ടാ. നമുക്ക് ഞങ്ങളുടെ ഇവിടെയൊക്കെ കിട്ടും, നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ടീനേജ് പിള്ളേർക്ക് ശർക്കര, കൂരക പൊടി ഉണ്ടല്ലോ, റാഗിപ്പൊടി, അതുമൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഈ ഇടയ്ക്ക് ഒരു ചെറുതായിട്ട് കൈ കാണുന്നുണ്ടോ, അതെൻ്റെ ക്യാമറാമാൻ്റെ കൈ കേട്ടോ. നമ്മുടെ സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടിട്ട് ആരെങ്കിലും കണ്ടാൽ നാണക്കേടാന്ന് പറഞ്ഞുള്ള കഴുകലാണ് കേട്ടോ. ആരും ശ്രദ്ധിക്കണ്ട. അങ്ങനെ നമ്മൾ ശർക്കരയൊക്കെ ആവശ്യത്തിന്, ഭയങ്കര കട്ടിയായിരുന്നു ഈ ശർക്കര കേട്ടോ. അത് കാരണം എൻ്റെ സർവ്വ ആരോഗ്യം എടുത്താണ് ഞാൻ ചീവി ഇടുന്നത്. നന്നായിട്ട് നല്ല ബലം കൊടുത്ത് ചീവിയിട്ട് അതിൽ ശർക്കര ഒരു പഞ്ചസാരയുടെ ഒരു എന്തരുള്ളതാണ് കേട്ടോ. പഞ്ചസാര കണക്കിരിക്കുന്നു, വെള്ള കളറുമായിരുന്നു. ആവശ്യത്തിന് നമ്മളെ മധുരത്തിന് ആവശ്യത്തിന് അങ്ങ് ചീവിയിട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത്, മധുരം നമുക്ക് ശർക്കരയല്ലേ, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ചൊവ്വിന് ചേർക്കാം. ഇനി ഏലക്ക പൊടിക്കുക കേട്ടോ. 3-4 ഏലക്ക ഉള്ളതുകൊണ്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ അത് പൊടിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇടികല്ലിനകത്തിട്ട് ഇടിച്ചിടിച്ച് പൊട്ടിക്കാൻ നോക്കുക, ഇടിച്ചിടിച്ച് ചതയ്ക്കാൻ നോക്കുക. പക്ഷേ എന്ത് പറ്റി, അത് ചതഞ്ഞില്ല. വീണ്ടും ഞാനത് മിക്സിയിലിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ കല്ലിൽ തന്നെ ഇട്ട് 4 ഏലക്ക അതിൽ ഇട്ട് പൊടിച്ചാൽ പൊടിയോ, അത് കാരണം ഞാൻ അതിൽ തന്നെ ഇട്ട് പൊടിച്ചു. അങ്ങനെ നമ്മളുടെ ഓട്ടടയ്ക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇല എടുത്ത് നമുക്ക് പരത്താൻ തുടങ്ങാം. ഇതിപ്പോൾ സദ്യക്ക് ഇല ഇടുന്ന കണക്ക് ഞാൻ എല്ലാ ഇലയും അങ്ങ് നിരത്തി വെച്ച് കേട്ടോ. എന്നിട്ട് എല്ലാത്തിനകത്ത് ഒരേ കണക്ക് അങ്ങ് വിളമ്പിയേക്കാമെന്ന് വിചാരിച്ച്, വിളമ്പല്ലല്ല ഈ മാവിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാത്തിനകത്തും മാവ് ഒരേ കണക്ക് ഇട്ട് കേട്ടോ. അപ്പോൾ ഒന്നി കുറവ് ഒന്നി കൂടുതലൊന്നും വരത്തില്ലല്ലേ. ഇനി ഇല വേണോ വേണ്ടയോ എന്നൊക്കെ അറിയാമല്ലേ. അങ്ങനെ ഞാൻ എല്ലാ ഇലയിലേക്ക് മാവൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലേ, ഒരിലയ്ക്കകത്തുള്ള മാവ് അധികം വന്ന്. ഇനി അന്നേരം ഞാൻ എൻ്റെ ക്യാമറമാൻ പറഞ്ഞ്, അമ്മയെ അതവിടെ വെക്കും, നമുക്ക് പിന്നീട് പോയി ഇല പറിച്ചുകൊണ്ട് വരാം, ഇപ്പോൾ ഉള്ള ഇലയ്ക്കകത്ത് നമുക്ക് പരത്തി അതങ്ങ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനങ്ങ് പരത്തി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അത് കനം കുറച്ച് പരത്തണം കേട്ടോ. കനം കുറച്ച് പരത്തിയാലേ അത് അല്ലെങ്കിൽ മാവ് ഒരുപാട് മാവിരിക്കുന്ന കണക്ക് നമുക്ക് തോന്നും. കനം കുറച്ചാകുമ്പോൾ നല്ല സോഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല ഒരു ഓട്ടട കഴിച്ചിട്ടില്ലേ എല്ലാവരും, അതൊരു ചെറിയൊരു കട്ടിയാണ് അതിന്. നമുക്ക് ആവശ്യത്തിന് മധുരവും കൂടെ വെച്ച്, ഒരു സൈഡിൽ നമ്മൾ മധുരം വെക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ ഈ മറ്റേത് അങ്ങോട്ട് മറിച്ചങ്ങ് അടക്കിയില്ലേ ചെയ്യുന്നത്, അത് കാരണം ഒരു സൈഡിൽ മാത്രമേ മധുരം വെക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇല പൊട്ടാതെ ഇതൊന്ന് അമക്കി കൊടുക്കണം. ഇല പൊട്ടി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൂടെ ശർക്കരയൊക്കെ ഇങ്ങനെ ഊറി ഇറങ്ങും, അത് കാരണം നമ്മൾ ഇല പൊട്ടാതെ നോക്കണം. ഇനി നമുക്ക് എല്ലാവർക്കും ഇലയുടെ പരത്താൻ അറിയാമല്ലോ, അത് കാരണം ഞാൻ പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് കാണിക്കുക കേട്ടോ. എല്ലാം നമുക്ക് പരത്തി ഫില്ല് ചെയ്ത് നമുക്കങ്ങ് വെക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി വീണ്ടും ഒരു ഇലയും കൂടെ പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഇലയും കൂടെ ഞാൻ അതിനകത്തും അങ്ങ് പരത്തിയെടുത്ത്, അങ്ങനെ മൊത്തം 8 എണ്ണം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാനന്ന് ദോശക്കല്ലാണ്, ഗ്യാസിനകത്ത് ദോശക്കല്ലാണ് വെച്ചേക്കുന്നത്. ദോശക്കല്ലിനകത്താണ് ഉണ്ടാക്കുന്നത്. ഓട്ടട സാധാരണ ഉണ്ടാക്കുന്ന ഓട്ട് പാത്രത്തിനകത്താണ്. അങ്ങനൊരു പാത്രം ഇല്ലാത്തതിനാൽ ഞാൻ ദോശക്കല്ലി ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഇത് ഞാൻ ദോശ ഇടുന്ന കല്ലല്ല കേട്ടോ, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതല്ല. ദോശ ഇടുന്ന കല്ലിനകത്ത് ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ ദോശ ചുട്ട് അത് തിരിച്ചിടാൻ നോക്കിയാൽ അത് ഒട്ടിപ്പിടിച്ചതിനകത്തിരിക്കും, പിന്നെ അത് ഇളവത്തേ ഇല്ല. അതുകൊണ്ട് ആരും ദോശ ഇടുന്ന കല്ലിനകത്ത് ഓട്ടടയും ചപ്പാത്തിയൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ദോശ ഇടുന്ന കല്ല് ദോശ മാത്രം ചുട്ടെടുക്കണം.
അങ്ങനെ ഞാൻ എല്ലാ ഓട്ടടകളും ഇതിനകത്ത് വെച്ച് ചുട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഒരു ഇല ഇളവി വരുന്ന പരുവാകുമ്പോൾ ഞാൻ ഇളക്കിയിട്ടങ്ങ് ചുട്ടെടുത്തു കേട്ടോ. അതാകുമ്പോൾ എളുപ്പമുണ്ട്, പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇല കരിയുന്നിടം വരെ നമുക്ക് ചുട്ടുകൊണ്ടിരിക്കണ്ടേ. അങ്ങനെ എല്ലാ ഇലയുടെയും ഓട്ടടയും ഞാൻ ചുട്ടെടുത്തിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.